Hi, welcome back to a new session. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഏരിയ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എനർജി റിസോഴ്സസ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിനും വേണ്ടി നമുക്ക് മേജറായി ആവശ്യമായി വരുന്ന ഒരു കമ്പോണന്റ് ആണ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ എനർജി റിസോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള എലമെന്റ് ആണ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 80-90% നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ തരത്തിലുള്ള എനർജി റിസോഴ്സസിനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല എക്യുപ്മെന്റ്സ്, ലാപ്ടോപ്സ്, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ അപ്ലയൻസസ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള എനർജി റിസോഴ്സ് ആണ്. അവിടെ മേജറായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി എന്ന റിസോഴ്സ് ആണ്. സോ ഇതേപോലെ ഒരു പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എനർജി റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എനർജി റിസോഴ്സ് എന്നത് നമ്മുടെ ബിസിനസ് ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു എലമെന്റ് ആണ്. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മേജറായി രണ്ട് തരത്തിലുള്ള എനർജി റിസോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ റിന്യൂവബിൾ റിസോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. നെയിം റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ റിസോഴ്സ് വീണ്ടും റീജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അഥവാ ഈ റിസോഴ്സുകളൊന്നും എക്സോസ്റ്റഡ് ആയി പോവില്ല. അങ്ങനെ നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ എനർജി റിസോഴ്സുകളെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് കാറ്റഗറി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നെയിം റെപ്രസെന്റ് ചെയ്യുന്ന സെയിം മീനിങ് തന്നെയാണ്. നമുക്ക് ഈ റിസോഴ്സുകളൊന്നും റിന്യൂ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു സോഴ്സ് കൺസ്യൂം ചെയ്യുന്നതിന്റെ ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ വീണ്ടും അത് ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഈ റിസോഴ്സുകളെല്ലാം എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആയി കൺസിഡർ ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ചാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട്. Renewable resource. It means that a natural resource that can be used and replaced over a relatively short time. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കൃത്യമായി പെട്ടെന്ന് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളമാണോ ആ റിസോഴ്സ് കൺസ്യൂം ചെയ്തത് അതിനനുസരിച്ച് തന്നെ നമ്മൾ ആ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ആ റിസോഴ്സുകൾ വീണ്ടും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഈ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അതിന് നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്യുന്ന റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് വിൻഡ്, വാട്ടർ, പിന്നെ സോളാർ എനർജി, അങ്ങനെ പല റിസോഴ്സുകളുണ്ട്, പല ഇൻപുട്സുകളുണ്ട് റിന്യൂവബിൾ റിസോഴ്സസിന്. സോ ഇവയെല്ലാം ഏറ്റവും ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് വീണ്ടും റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്നവയാണ്. ഇവയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ റിന്യൂവബിൾ റിസോഴ്സസ് ആയി നമ്മൾ ബിസിനസ് ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്സുകളാണ് ബയോമാസ്, ജിയോ തെർമൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, ദെൻ സോളാർ എനർജി ആൻഡ് ഫൈനലി വിൻഡ് എനർജി. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പല എനർജി റിസോഴ്സസിൽ നിന്നും ഒരു എനർജി ആയി നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഓരോ ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് ആണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ. സോ ഇത് ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ഫസ്റ്റ് വൺ, ബയോമാസ്. Biomass energy. Biomass is plant or animal material used for energy production or organic matter used as a fuel, especially in a power station for the generation of electricity. ബയോമാസ് എന്ന് പറയുന്നത് നാച്ചുറലായി നമുക്ക് എൻവയോൺമെന്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ്, ഇതിന്റെ എല്ലാം മെറ്റീരിയൽസ്, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ വേസ്റ്റ് എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ എല്ലാം വേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫ്യൂവൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ബയോമാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പലയിടത്തും കണ്ടിട്ടുള്ള ഈ ബയോഗ്യാസ് പ്ലാന്റ് ആണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ അകത്ത് ഈ നാച്ചുറൽ ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം ഇൻപുട്ട് ആയി യൂസ് ചെയ്യുന്നു. ദെൻ അതിനെ തന്നെ നമ്മളൊരു ഓർഗാനിക് എനർജിയായി അല്ലെങ്കിൽ ഒരു എനർജി റിസോഴ്സ് ആയി അല്ലെങ്കിൽ മറ്റൊരു ഫ്യൂവൽ ആയി നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നു. സോ അതിനെയാണ് ബയോമാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, പ്ലാന്റ്സ്, വുഡ്സ് ആൻഡ് വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഇൻപുട്സ് ആയി യൂസ് ചെയ്തതിനു ശേഷം നമ്മളൊരു എനർജി റിസോഴ്സ് ആയി നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും. നോൺ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് റിലേ ഹെവിലി ഓൺ ബയോമാസ് ഫോർ എനർജി. നോൺ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്ഡ് ഓർഗനൈസേഷൻസ് ഒന്നും ഇല്ലാതെ ഇപ്പോഴും പ്യൂർ ആയിട്ട് നാച്ചുറൽ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ മുഴുവനും ബയോമാസ് എനർജിയിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്. അവിടെ നിന്നാണ് അവർ ബയോഗ്യാസ് എനർജി അല്ലെങ്കിൽ ഗ്യാസ് എനർജിയായി ഗ്യാസോലിൻ ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. Then gasahol, that is plant material that is changed into liquid fuel. Gasahol എന്ന് പറയുന്നത് ഈ ബയോമാസ് ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തെടുക്കുന്ന മറ്റൊരു എനർജി റിസോഴ്സ് ആണ്. ഈ ഗ്യാസഹോൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തതിന് ശേഷം അതിനൊരു ലിക്വിഡ് ഫ്യൂലായി കൺവേർട്ട് ചെയ്യും. അതായത് നമ്മൾ പല പല പ്ലാന്റിലും പല എലമെന്റ്സിലും ഓർഗാനിക് എലമെന്റ്സിലും ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. നമ്മൾ ആ ആൽക്കഹോളിക് കണ്ടന്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് ബേൺ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അങ്ങനെ നമ്മൾ ആ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റ് ബേൺ ചെയ്യുന്ന മറ്റ് പല എലമെന്റ്സ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ഷൻ മിക്സ് ചെയ്തതിനു ശേഷം നമ്മളൊരു എനർജി അല്ലെങ്കിൽ ഒരു ഫ്യൂലായി യൂസ് ചെയ്യും. അതാണ് ഗ്യാസഹോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, plants containing sugar or starch can be made into alcohol. The alcohol is burned as a fuel or mixed with the gasoline to form the gasahol. അതായത് ഈ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ട് ബേൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള എലമെന്റ്സ് ആണ്. സോ ഇതിനെല്ലാം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ആൽക്കഹോളായി കൺവേർട്ട് ചെയ്യും. ഈ ആൽക്കഹോളായി കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെ ഗ്യാസുമായി മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു ഗ്യാസഹോളായി മാറും. അതൊരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി റിസോഴ്സ് ആണ്. സോ ഇതാണ് ബയോമാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് മേജർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബയോമാസിന്റെ സോഴ്സുകളാണ് സീവേജ് വേസ്റ്റ്, നമ്മുടെ ഹൗസ് ഹോൾഡിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ്, ദെൻ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, ആനിമൽ റെസ്യൂജീസ്, ഇൻഡസ്ട്രിയൽ റെസ്യൂജീസ്, ഫോറസ്റ്റ് ക്രോപ്സ് ആൻഡ് റെസ്യൂജീസ് ആൻഡ് അഗ്രികൾച്ചർ ക്രോപ്സ് റെസ്യൂജീസ്. ഈ ആനിമൽ ഫാംസ് ഒക്കെ ഉണ്ട്. ആനിമൽ ഫാംസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളും പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഓർഗാനിക് വേസ്റ്റ്, ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് വരുന്ന ഓർഗാനിക് വേസ്റ്റ് ആൻഡ് ഓൾസോ അഗ്രികൾച്ചർ ഏരിയയിൽ നിന്ന് വരുന്ന ഓർഗാനിക് വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള ഈ ബയോമാസ് എനർജി ക്രിയേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെ ബിക്കോസ് ഈ ഇൻപുട്സ് എല്ലാം യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഓർഗാനിക് ഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും യൂസിങ് ബയോഗ്യാസ് പ്ലാന്റ്സ്. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോമാസ് റിസോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ജിയോ തെർമൽ എനർജി റിസോഴ്സ്. ജിയോ തെർമൽ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയി അല്ലെങ്കിൽ ജോഗ്രഫിക്കലി നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഓർ ഇൻ അതർ വേർഡ്സ്, harness heat from the earth used as an input for energy production. അതായത് നമ്മുടെ ഭൂമിക്ക് തന്നെ 3 ലേയേഴ്സ് ഉണ്ട്, 3 ഏരിയ ഉണ്ട്. ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന് പറയുന്നത്. ആ കോറിന് തന്നെ ഇന്നർ കോർ ഉണ്ട്, ഔട്ടർ കോർ ഉണ്ട്. അതിൽ ഇന്നർ കോർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. അവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് തന്നെ നമ്മുടെ മാൻഡലും കോറിലും ഹീറ്റ് പല രീതിയിലും കൺവേർട്ടഡ് ആയി അല്ലെങ്കിൽ ക്രസ്റ്റും മാൻഡലിന്റെയും കട്ടി കുറവുള്ള ഏരിയയിൽ കൂടെ ഈ ടെമ്പറേച്ചർ പുറത്തോട്ട് വരും. അതിനെയാണ് നമ്മൾ വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഗ്നിപർവ്വതങ്ങളുള്ള സ്പേസിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, അതായത് ചൂട് വളരെ കൂടുതലായിരിക്കും. ആ ചൂട് യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ജിയോ തെർമൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then groundwater that seeps into hotspots near the surface of the earth can form geysers, natural vents in which steams and water escapes. ഇങ്ങനെ എസ്കേപ്പ് ആവുന്ന ഈ റിസോഴ്സ് അല്ലെങ്കിൽ ഈ ഹോട്ട്സ്പോട്സുകൾ കൺസിഡർ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ആ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് നമ്മൾ എനർജി റിസോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഹൈ ആയിട്ട് വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, അതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ആവും. ഈ പ്രഷർ നമ്മൾ കൂടുതലായി സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പ്രോപ്പർ കോൺസ്റ്റന്റ് റേറ്റിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ പ്രഷർ യൂസ് ചെയ്ത് നമ്മൾ ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് ജിയോ തെർമൽ എനർജി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രഷർ കുക്കർ ഉണ്ടാവും. ആ പ്രഷർ കുക്കർ ഓരോ തവണയും വിസിൽ ചെയ്യുന്ന സമയത്ത് അത് ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചർ അതിന്റെ ഉള്ളിൽ പ്രഷർ വരുന്ന സമയത്താണ് അത് വിസിൽ ചെയ്യുന്നത്. ആ വിസിൽ ചെയ്യുന്നതിന് സെയിം സമയത്ത് തന്നെ നമ്മൾ അതിന് മുകളിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ക്യാപ്പ്, ആ ഒരു വിസിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹൈ പ്രഷറിലാണ് എയർ പുറത്തോട്ട് വരുന്നത്. അത് അകത്തുള്ള വാട്ടർ കണ്ടന്റ് ആണ് അത്രയും പ്രഷർ പുറത്തോട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ വാട്ടർ ഹീറ്റ് ആയി വരുന്ന ആ ഒരു പ്രഷർ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മളൊരു ഫാനോ അതല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തുള്ള ഒരു ടർബൈനോ നമ്മൾ വെക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അതിൽ നിന്നൊരു ഡൈനാമോ മെക്കാനിസം പോലെ നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആക്ച്വലി ജിയോ തെർമൽ എനർജി യൂസ് ചെയ്യുന്നത്. വോൾക്കാനിക് ഏരിയയിലുള്ള ഈ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ വലിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ആ ഹോൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിലൂടെ ഒരു പൈപ്പ് ഇറക്കി ആ പൈപ്പിലൂടെ നമ്മൾ വെള്ളം താഴത്തോട്ട് പോകും.
ആ വെള്ളം ചെന്ന് ഏറ്റവും താഴെ ചെല്ലുമ്പോൾ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. ആ ടെമ്പറേച്ചറിൽ നിന്ന് വാട്ടർ ഹീറ്റ് ചെയ്യും, ഹൈഡ്രജനിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഹൈ പ്രഷർ ഈ എയർ യൂസ് ചെയ്ത് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവും. ഇതാണ് ജിയോ തെർമൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അവിടെ ഈ ഹോട്ട് സ്പ്രിംഗ് പോലെയുള്ള ചെറിയ ചെറിയ ഏരിയകളുണ്ട്. ഹൈ ടെമ്പറേച്ചർ ആണ് ആ ഏരിയയിൽ എന്ന് പറയുന്നത്. ദെൻ ദ സ്റ്റീം ഈസ് യൂസ്ഡ് ഇൻ പവർ പ്ലാന്റ്സ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. പവർ പ്ലാന്റിലൊക്കെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന സെയിം ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഇതൊരു പവർ പ്ലാന്റിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിന്റെ പ്രോസസ്സാണ്. ഇവിടെ കാണിക്കുന്ന ഇതാണ് നമ്മുടെ കോർ എന്ന് പറയുന്ന ഏരിയ. ദെൻ ഇത് മാന്റിൽ ഏരിയ ആൻഡ് ദിസ് വൺ ഈസ് ദ ക്രസ്റ്റ് ഏരിയ. സോ ഇതിൽ ഈ കോർ ഏരിയയിലോട്ടോ അല്ലെങ്കിൽ ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏരിയയിലോട്ടോ നമ്മൾ പൈപ്പ് നമ്മൾ ഡ്രിൽ ചെയ്യും. ആ പൈപ്പിലൂടെ നമ്മൾ വാട്ടർ ഒഴിച്ചതിന് ശേഷം ആ വാട്ടർ ഈ കോർ ഏരിയയിലുള്ള ഇന്നർ കോർ ഏരിയയിലുള്ള ഈ ഹൈ ടെമ്പറേച്ചറുള്ള വോൾക്കാനോ ഇത് മൂലം ഈ വാട്ടർ മുഴുവൻ നന്നായി ഹീറ്റ് ചെയ്യും. ഈ ഹീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രഷർ യൂസ് ചെയ്തതിനു ശേഷം അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തതിനെ ആ പ്രഷർ റിലീസ് ചെയ്ത് ഈ പവർ പ്ലാന്റിനുള്ളിലുള്ള ഒരു ടർബൈൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ദെൻ ഇതിൽ നിന്നുണ്ടാകുന്ന ഈ വേസ്റ്റും പാർട്ടിക്കിൾസും എല്ലാം നമ്മൾ ഈ കോർ ഏരിയയിലോട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഹൈ പ്രഷർ അല്ലെങ്കിൽ ഈ ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന മറ്റ് ഗ്യാസുകളെയും നമ്മൾ എനർജി റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഇതാണ് ജിയോ തെർമൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു വാട്ടർ. സോ ജലത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജലത്തിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സോ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് ഒരു വളരെ ഉയരം കൂടിയ പ്രതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വളരെ ഫോഴ്സ് ആയിട്ട് ജലം പതിക്കും. ആ പതിക്കുന്ന സമയത്ത് ആ ജലം വീഴുന്ന സ്ഥലത്തോട്ട് നമ്മളൊരു ടർബൈൻ വെച്ച് അതിന്റെ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ഫോളിംഗ് വാട്ടർ ദെൻ റീസൈക്കിൾഡ് ത്രൂ ദ വാട്ടർ സൈക്കിൾ. സോ ഇതൊരു റിന്യൂവബിൾ റിസോഴ്സ് ആയി കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഈ ഒഴുകി വരുന്ന ജലം ഈ ഒരു ടർബൈൻ യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തെടുക്കും. അതിൽ നിന്ന് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഈ ഒഴുകി പോകുന്ന ജലം വീണ്ടും വാട്ടർ വേപ്പറായി അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് ഒരു മഴയായി വീണ്ടും ഈ ഡാമുകളെല്ലാം നിറയും. വീണ്ടും ആ ഡാമിൽ ജലം ഉണ്ടാവും. ആ ജലത്തിൽ നിന്ന് നമ്മൾ വീണ്ടും എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുമ്പോഴാണ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സസ് ആയി മാറുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഡാംസിൽ നിന്നൊക്കെയാണ് കൂടുതലായി നമ്മൾ ഇലക്ട്രിക് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാം ആണ്. ആ ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഈ ഒരു വിൻഡോ ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ ഹൈ ഫോഴ്സിൽ ഈ ജലം താഴത്തോട്ട് ഫ്ലോ ചെയ്യും. ആ ഒഴുകി വരുന്ന ജലം ഇവിടെ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട്, ഒരു ടർബൈൻ വെച്ചിട്ടുണ്ട്. ആ ടർബൈനിൽ തട്ടി ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അതിൽ നിന്നൊരു ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്തതുമായി കണക്റ്റഡ് ആയിരിക്കും. ആ ജനറേറ്ററിൽ നിന്ന് പവർ ഹൗസിൽ പവർ ജനറേറ്റഡ് ആവും. ദെൻ അത് ബാലൻസ് ആയി നമ്മളൊരു പവർ സ്റ്റേഷനിലൂടെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് പവർ റേറ്റിൽ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതി യൂസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ കേരളത്തിൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ എനർജി അല്ലെങ്കിൽ സോളാറിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് സണ്ണിൽ നിന്നാണ്. അതിന്റെ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ സണ്ണിൽ നമ്മൾ എനർജി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം കാണുന്നതുമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് സെക്കൻഡ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സൺലൈറ്റ്, സൂര്യനിൽ നിന്ന് വരുന്ന സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് സോളാർ സെല്ലുകളിൽ നമ്മൾ പ്രതിഫലിപ്പിച്ച് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സോളാറിൽ നിന്ന് വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ഇതിന് നമ്മൾ മേജർ ആയിട്ട് പലതരത്തിലുള്ള എക്സാമ്പിൾ കാണാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പലരുടെയും കയ്യിലുള്ള സോളാർ കാൽക്കുലേറ്റർ, ദെൻ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സോളാർ പാനൽസ്, ഇതെല്ലാമാണ് അതിനുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഒരു ചെറിയ സോളാർ പാനലിൽ നിന്നും നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പല സോളാർ പാനലുകൾ കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് അനുസൃതമായിട്ടുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ, അല്ലെങ്കിൽ സോളാർ സെൽസ് യൂസ് ചെയ്ത് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ സെൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്, അതല്ലെങ്കിൽ കറണ്ട് ആണ്. AC ആവാം, AC ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ DC ആയി ഡയറക്റ്റ് കറണ്ട് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റിനെ നമ്മൾ മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബട്ട് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന സെയിം എനർജി, അത് ഹീറ്റ് ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ, ഇതിന് രണ്ടിനെയും നമ്മൾ സെയിം ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ സെയിം ആ ഒരു കാറ്റഗറിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സോളാർ കളക്ടർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡാർക്ക് കളർഡ് ബോക്സ് വിത്ത് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ടോപ്സ് യൂസ് ടു ഡയറക്റ്റ് ഹീറ്റ് അപ്പ്. അതായത് ഈ ഒരു പിക്ചറിൽ റെപ്രസെന്റ് ചെയ്യുന്ന സെയിം എലമെന്റ് തന്നെയാണ് സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് അല്ലെങ്കിൽ ആ വെളിച്ചം യൂസ് ചെയ്ത് നമ്മളിതൊരു ഡാർക്ക് ബോക്സിൽ ആയിരിക്കും നമ്മൾ ഈ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്നത്. കാരണം ഡാർക്ക് ബോക്സ് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡാർക്ക് കളർ എപ്പോഴും ഹീറ്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഹീറ്റ് കൂടുതലായി അബ്സോർബ് ചെയ്യുന്ന ഈ ഡാർക്ക് കളറുള്ള ഈ ഒരു ബോക്സിൽ നമ്മൾ പ്രൊഡക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം, അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനുള്ളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും ആ ബോക്സിനുള്ളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും അതോടുകൂടി തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് ഹീറ്റ് ചെയ്യാനും നമുക്കുള്ള ഒരു ഓപ്ഷൻ കിട്ടും. സോ അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി എന്താണോ അത് നമ്മൾ ഡയറക്റ്റ് ആയി തന്നെ യൂസ് ചെയ്യുന്നു. വിൻഡ് എനർജി. വിൻഡ് എനർജി എന്ന് പറയുന്നത് കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് മറ്റേ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സെയിം സിസ്റ്റം തന്നെയാണ്. പക്ഷെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ നമ്മൾ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ആണ്, അല്ലെങ്കിൽ കാറ്റാണ്. നമ്മൾ മെയിൻ ആയിട്ട് വിൻഡ് ആയിട്ടാണ് നമ്മളിവിടെ ഒരു എനർജി ഇൻപുട്ട് ആയി യൂസ് ചെയ്യുന്നത്. സോ ജനറേറ്റിംഗ് എനർജി യൂസിംഗ് വിൻഡ് ടർബൈൻസ് ടു കൺവേർട്ട് കൈനറ്റിക് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി ബൈ റൊട്ടേറ്റിംഗ് എ ജനറേറ്റർ. അതായത് നമ്മൾ കാണുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സിസ്റ്റത്തിൽ നമ്മൾ കാണുന്ന വാട്ടർ ഫ്ലോ ചെയ്തിട്ടാണ് ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നേരെ മറിച്ച് വിൻഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ വിൻഡിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് നമ്മളൊരു ഫാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ ഫാനിന്റെ ബാക്കിൽ എപ്പോഴും ഒരു ടർബൈൻ കണക്റ്റഡ് ഉണ്ടായിരിക്കും, അതൊരു മോട്ടറുമായി കണക്റ്റഡ് ആയിരിക്കും. ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, മീൻസ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോഷനിലൂടെ നമുക്ക് കൈനറ്റിക് എനർജിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സിമ്പിൾ ടെക്നിക്കാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏരിയ, അഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണെങ്കിലും അതിനൊക്കെ അഡ്വാൻറ്റേജസും അതോടൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ്, റിന്യൂവബിൾ റിസോഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫോസിൽ ഫ്യൂൽ ദാറ്റ് മസ്റ്റ് ബി യൂസ്ഡ്. ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് എ വെരി കോമൺ ഫൗണ്ടഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മേജറായി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു എനർജി റിസോഴ്സ് ആണ് ഫോസിൽ ഫ്യൂൽ എന്ന് പറയുന്നത്. പക്ഷെ അതൊരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഇതേപോലെ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതിലോട്ട് നമ്മൾ നമ്മുടെ പ്രോസസ്സിനെ കൺവേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ദെൻ നമുക്ക് ഓരോ ടെക്നിക്കിന്റെയും അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബയോമാസ്. ബയോമാസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ സോഴ്സിങ്. മീൻസ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നാച്ചുറൽ വേസ്റ്റ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഫോറസ്റ്റ് റിസോഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല ഏരിയകളിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഈ ബയോമാസ് അല്ലെങ്കിൽ ബയോമാസ് എനർജി കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട്, ദാറ്റ് മീൻസ് വേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് നമുക്ക് വേസ്റ്റുകൾ അവൈലബിൾ ആണ്. അതാണ് ബയോമാസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വേസ്റ്റുകൾ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എനർജിയായി യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ജിയോ തെർമൽ ടെക്നിക്. ഓൾമോസ്റ്റ് ലിമിറ്റ്ലെസ് സോഴ്സ് ഓഫ് എനർജി. ജിയോ തെർമൽ ടെക്നിക് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തന്നെ ഇന്നർ കോറിലുള്ള ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ എനർജി കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജി സപ്ലൈ ആണ് നമ്മുടെ ഭൂമിയുടെ ഇന്നർ പാർട്ടിൽ നിന്നും ആ ടെമ്പറേച്ചറിന്റെ ഏരിയയിൽ നിന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു ടെമ്പറേച്ചർ റെഡ്യൂസ് ആവില്ല, അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇൻപുട്ട് നമുക്ക് അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയി തന്നെ ജനറേറ്റ് ചെയ്യാം. പവർ പ്ലാന്റ്സ് റിക്വയർസ് ലിറ്റിൽ ലാൻഡ്. ഈ പവർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഏരിയയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ജിയോ തെർമൽ എനർജി യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ് വൺ ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം. റിന്യൂവബിൾ ആണ്, കംപ്ലീറ്റ്ലി റിന്യൂവബിൾ ആണ്. നമ്മൾ ഇത് പറഞ്ഞ പോലെ ജലമാണ്, അത് നമ്മൾ ഒഴുകി വരുന്നതിന് ജസ്റ്റ് നമ്മളതൊന്ന് ഇടയ്ക്കൊന്ന് ഒരു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പോകുന്ന വെള്ളം എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി നമ്മൾ ഇൻപുട്ടിൽ യൂസ് ചെയ്യുന്ന സെയിം ഫോമിൽ തന്നെയാണ് ഔട്ട്പുട്ട് ആയി പോകുന്നത്. സോ അത് റിന്യൂവബിൾ ആണ്. ഡസ് നോട്ട് പ്രൊഡ്യൂസ് എയർ പൊല്യൂഷൻ. ഒരു രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണം ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം കൊണ്ട് ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് വൺ ഡാംസ് ആർ നോൺ ഹസാർഡസ്. നമ്മൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാമുകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. ഒരു പരിധി വരെ ഒരു രീതിയിലും ഒരു ഹസാർഡസ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട്, ഒരു ജീവഹാനിക്കൊക്കെ പോകുന്ന ഒരു സിസ്റ്റത്തിലോട്ടൊന്നും ഒരു രീതിയിലും ഡാംസ് പോവാറില്ല. ദെൻ നോട്ട് മച്ച് വേസ്റ്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ നിന്നും ഒരുപാട് വേസ്റ്റുകളൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ആ വെള്ളത്തിന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു, അതല്ലെങ്കിൽ ആ മോഷനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റത്തിൽ. സോ ഒരുപാട് വേസ്റ്റ് ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വരുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൂടെ കൺവേർട്ട് ചെയ്യുന്ന പോകുന്ന സമയത്ത് ഈ അക്വാട്ടിക് റിസോഴ്സുകളുണ്ട്, ഫിഷ്, അതേപോലെയുള്ള ചെറിയ ഓർഗാനിസംസ് ഉണ്ട്. ഈ ഓർഗാനിസംസ് എല്ലാം ഇതിൻ്റെ അകത്തോടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ജീവനാശം സംഭവിക്കാനും അത് വേസ്റ്റ് ആയ മീൻസ് ഡെഡ് ആയി ഡീക്കേഡ് ആയി പോകാനുള്ള ഒരു സിസ്റ്റവും ചെറിയൊരു ചാൻസും ഇതിൻ്റെ അകത്തുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ സോളാർ. ഓൾമോസ്റ്റ് ലിമിറ്റ്ലെസ് സോഴ്സ് ഓഫ് എനർജി. സോളാർ എനർജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ബിക്കോസ് ഇറ്റ്സ് ഡയറക്ട്ലി റിസീവ്സ് ഫ്രം ദ സൺ. ദെൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് പൊല്യൂഷൻ. മറ്റു തരത്തിലുള്ള ഒരു പൊല്യൂഷൻസും ഈ സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് വൺ വിൻഡ് എനർജി. ഓൾമോസ്റ്റ് റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ടു ജനറേറ്റ്. അതായത് വിൻഡ് എനർജി എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇൻഎക്സ്പെൻസീവ് ആണ്. ഇൻഎക്സ്പെൻസീവ് ഇൻ ദ സെൻസ് ലോ എക്സ്പെൻസീവ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആണെന്ന് പറയാം. കാരണം ബാക്കിയുള്ള എല്ലാ ടെക്നിക്കിനകത്തും ഒരു പരിധി വരെ ഇതിന്റെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, എക്സ്ക്ലൂഡിംഗ് ബയോമാസ് ആൻഡ് സോളാർ. ഹൈഡ്രോ ഇലക്ട്രിക്കും ജിയോ തെർമൽ എന്നൊക്കെ പറയുന്നത് വിൻഡ് എനർജി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഒരുപാട് കോസ്റ്റ് ആവുന്നതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിൻഡ് എനർജി എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് സോഴ്സ് ഓഫ് എനർജിയാണ് ആൻഡ് ഓൾസോ റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ്. ദെൻ ഓൾമോസ്റ്റ് ലിമിറ്റ്ലെസ് സോഴ്സ് ഓഫ് എനർജി. കാറ്റെന്ന് പറയുന്നത് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയാ അവസാനിച്ച് അല്ലെങ്കിൽ എക്സോസ്റ്റ് പോകുന്ന ഒരു എലമെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള എനർജി ഇൻപുട്ട് നമുക്ക് കിട്ടും. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എയർ പൊല്യൂഷൻ. ഒരു തരത്തിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള എയർ പൊല്യൂഷൻസ് ഉണ്ട്. ആ എയർ പൊല്യൂഷൻസ് ഒന്നും ഈ വിൻഡ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല. സോ ഇതാണ് മേജർ ആയിട്ട് റിന്യൂവബിൾ റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. ഫസ്റ്റ് വൺ ബയോമാസ്. ബയോമാസിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റിക്വയർസ് ലാർജ് ഏരിയ ഓഫ് ഫാം ലാൻഡ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ കോൺടാക്റ്റിൽ ഒരു ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. സോ ഒരു ഓർഗനൈസേഷൻ മുഴുവനായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആവശ്യമാണ്. അത്രയും വേസ്റ്റ് നമുക്ക് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി നമുക്കൊരു ഫാം ലാൻഡ് തന്നെ ഉണ്ടാവണം. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷിയോഗ്യമായിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് അത്രയും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള വേസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു രാജ്യ ഫാം ലാൻഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സെക്കൻഡ് വൺ പ്രൊഡ്യൂസർ സ്മോക്ക്. ബിക്കോസ് ബയോമാസിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ബയോഗ്യാസ് ആണ്, അതല്ലെങ്കിൽ ഫ്യൂവൽസ് ആണ്. ലിക്വിഡ് ഫോമായിട്ടുള്ള ഫ്യൂവൽ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അത് അത്ര എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല. അത് നിർബന്ധമായും സ്മോക്ക് ഉണ്ടാവും. അത് അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ എൻവയോൺമെന്റ് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ജിയോ തെർമൽ ടെക്നിക്. Only practical in locations near to hotspot. Hotspots are volcanic regions with a hotter mantle than most places. അതായത് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് ഭൂമിക്ക് ഉള്ളിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു കോർ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഇന്നർ കോർ ഏരിയയിലുള്ള ടെമ്പറേച്ചർ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എനർജിയായി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ നമ്മൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോവർ ക്രസ്റ്റ് അല്ലെങ്കിൽ ആൻഡ് ഓൾസോ മാൻഡിൽ പാർട്ടുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് കോർ എന്ന് പറയുന്നത് ഏറ്റവും ഇന്നർ പാർട്ടാണ്. അതിന് തൊട്ടു മുകളിൽ മാൻഡിൽ ഉണ്ട്, അതിന് മുകളിൽ കോർ ഏരിയ ഉണ്ട്. ഈ രണ്ട് ഏരിയയും നമ്മൾ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ ഈ രണ്ട് ഏരിയയും ഡ്രിൽ ചെയ്ത് അല്ലെങ്കിൽ ഹോൾ ചെയ്ത് ഉള്ളിൽ നമ്മൾ ചെന്നതിന് ശേഷം വേണം നമുക്ക് പൈപ്പ് ചെയ്യാൻ. അങ്ങനെ പൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയുള്ള അല്ലെങ്കിൽ ഇന്നർ കോർ ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് താഴെയുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ക്രസ്റ്റും മാൻഡിലും ഏരിയ വളരെ ലൈറ്റ് അല്ലെങ്കിൽ വളരെ വളരെ സ്ലൈസ് തിക്നെസ് ഉള്ള ഏരിയയിൽ മാത്രമേ നമുക്കത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ വേസ്റ്റ് വാട്ടർ ക്യാൻ ഡാമേജ് സോയിൽ.
ജിയോ തെർമൽ എനർജിയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് വാട്ടർ ആണ്. വാട്ടർ നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. തെർമൽ പ്ലാന്റിലത്തെ ടെമ്പറേച്ചർ ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തതിനു ശേഷമാണ് ചില സമയത്ത് നമ്മൾ ഈ ഒരു ജിയോ തെർമൽ സിസ്റ്റത്തിൽ നമ്മൾ ആ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണെങ്കിലും ഈ ഹൈ ടെമ്പറേച്ചറിൽ പോകുന്ന വാട്ടർ എന്ന് പറയുന്നത് അതിന്റെ ഓക്സിജൻ കണ്ടന്റും അതോടൊപ്പം തന്നെ അതിന്റെ പല തരത്തിലുള്ള മിനറൽസ് കണ്ടന്റ്സും അതിൻ്റെ അകത്ത് റെഡ്യൂസ്ഡ് ആവും. ഇത് നമ്മൾ വെറുതെ നമ്മൾ സോയിലോട്ട് എന്താ പറയാ അനാവശ്യമായി അല്ലെങ്കിൽ അശ്രദ്ധയോട് കൂടിയിട്ട് ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റിനെയും അതോടൊപ്പം തന്നെ സോയിലിന്റെ മിനറൽ കണ്ടന്റിനെയും അഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഈ പവർ പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന വേസ്റ്റ് മീൻസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ വേസ്റ്റ് വാട്ടറിന്റെ അകത്ത് ഒരുപാട് ഇലക്ട്രിക് റേഡിയേഷൻസും അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസും ഒരുപാട് അധികം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അത് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെയും ആ സോയിലിന്റെ പ്രൊഡക്ടിവിറ്റിനെയും അഡ്വേഴ്സായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഓൺ ഹൈഡ്രോ ഇലക്ട്രിക്. ഡാംസ് ഡിസ്റ്റർബ് എ റിവേഴ്സ് എക്കോസിസ്റ്റം. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ അകത്ത് നമ്മൾ മേജർ ആയിട്ട് വാട്ടർ ഒരു ഡാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അതിന്റെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു സിസ്റ്റം ഒരു നാച്ചുറൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു റിവേഴ്സിന്റെ എക്കോ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. ഒരു വെള്ളം ഒരിടത്ത് കെട്ടി നിർത്തുന്ന സമയത്ത് then അതിനെ ഒരു കുത്തൊഴുക്കിലൂടെ ഒഴുക്കുന്ന സമയത്ത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ഓർഗാനിസംസിനെ അത് കൃത്യമായി അഫക്ട് ചെയ്യും, അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും. then available only in areas that have rivers. ഇനി ജലമുള്ള അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിൽ ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ സിസ്റ്റം ഉള്ള ഏരിയയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സോളാർ. എക്സ്പെൻസീവ് ടു യൂസ് ഫോർ ലാർജ് സ്കെയിൽ എനർജി പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിലിൽ നമുക്ക് അതായത് ഒരുപാട് സോളാർ പാനൽസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് സോളാർ പാനൽസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോളാർ പാനൽസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ അതിനനുസരിച്ച് ഈ ഇതിന്റെ സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ ഹൈ ആണ്. ഓൺലി പ്രാക്ടിക്കൽ ഇൻ സണ്ണി ഏരിയാസ്. വളരെയധികം അല്ലെങ്കിൽ വളരെ നന്നായി തന്നെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഏരിയയിൽ മാത്രമാണ് ഈ സോളാർ എനർജി വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, വിൻഡ്. Only practical in windy areas, require strong steady breeze to be effective. So there are limited locations for wind farms. അതായത് വിൻഡ് എനർജി യൂസ് ചെയ്യുന്നത് കാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ കാറ്റിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ് വേണം. അങ്ങനെ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഈ കാറ്റ് കിട്ടുന്ന ഏരിയ വളരെ ചുരുക്കം മാത്രമാണ്. ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള ഒരു എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എനർജി റിസോഴ്സ് കൺവേർഷൻ പ്രോസസ് സാധ്യമാവുകയുള്ളൂ. സോ ഇത്രയുമാണ് റിന്യൂവബിൾ റിസോഴ്സസിന്റെ ഡിസഡ്വാൻറ്റേജസും എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന ഏരിയ ആണ്. അതായത് റിന്യൂവബിൾ റിസോഴ്സസിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ടൂൾസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻപുട്ടായി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു എനർജീനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ എനർജി ഔട്ട്പുട്ട് ആയി എടുക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ അഡ്വാൻറ്റേജസും ഓരോ ടൂൾസിന്റെയും ടെക്നിക്സിന്റെയും അഡ്വാൻറ്റേജസ് നോക്കി ഡിസഡ്വാൻറ്റേജസ് നോക്കി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ feel free to contact me. This is Nishan Shashi signing off. Have a nice day. Take care. Goodbye.